ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ എല്ലാവർക്കും ധൃതിയാണ്. പക്ഷേ ഇങ്ങോട്ടൊന്ന് നോക്കി നോക്കിയേ. ഇത് ഫിലിപ്പീൻസിലെ ഒരുവിധ സ്ഥലത്തൊക്കെ വൈകുന്നേരത്ത് രാവിലെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുകയാണ്, വീട്ടിലെത്തണം. പക്ഷെ ആരും തിക്കി തിരക്കി കയറണില്ല. എല്ലാവരും അടുക്കും ചിട്ടമായി ക്യൂ നിൽക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്, എൻ്റെ സമയത്തിന് വിലയുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ്റെ സമയത്തിനും വിലയുണ്ട്. ആദ്യം വന്നവൻ ആദ്യം പോവുക, അതല്ലേ നല്ലത്. നമ്മുടെ നാട്ടിലും പല സ്ഥലത്തും ക്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ പോയാലും ബസ് കാത്ത് നിൽക്കാൻ പോയാലൊക്കെ നീളത്തിലല്ല ക്യൂ ഉണ്ടാവുക, അങ്ങനെ വട്ടത്തിലൊക്കെയാണ് ക്യൂ ഉണ്ടാവുക അല്ലേ. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ. ചില സ്ഥലത്തൊക്കെ ക്യൂ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവർ ബസ്സിൽ കയറാനാണോ അല്ലെങ്കിൽ ബില്ലടക്കാനാണോ അതോ യുദ്ധത്തിന് പോകാനാണോ എന്ന് സംശയം തരും. ഒരുത്ത മുന്നിൽ കയറും, അത് കണ്ടാൽ മറ്റേ അടുത്തവനും കയറും. പിന്നെ എല്ലാവരും പറയും അവൻ കയറിയില്ല, പിന്നെ ഞാനും കയറും. ഇത് നമ്മുടെ നാടിനെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല, മറ്റേ നാട്ടിൽ കാണുന്ന ഒരു നല്ല കാര്യം നമുക്ക് പറ്റുമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നമ്മുടെ സമയത്തിന് വിലയുള്ളതുപോലെ മറ്റൊരാളുടെ സമയത്തിനും വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തള്ളു കുറയും, തല്ല് കുറയും, വഴക്കും കുറയും. അവസാനം എല്ലാവരും സമാധാനമായി വീട്ടിലെത്തും. നാട് മാറ്റാൻ വലിയ പ്രസംഗമൊന്നും വേണ്ട, നമ്മൾ നിൽക്കുന്ന ക്യൂ ഒന്ന് ശരിയാക്കിയാൽ മതി. പോരെ?